ഹായ്, നമുക്കിന്ന് ഈ ചൂടിന് പറ്റിയ നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാം. എല്ലാവരുടെയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഷാർജ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഡ്രിങ്ക് ആയിട്ട് മാത്രമല്ല, വിശപ്പ് മാറാനായിട്ടും ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. ഞാനിവിടെ 2 കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടയായിട്ടുള്ള പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഷേക്ക് നല്ല തിക്ക് ഉണ്ടാവും, അതുപോലെ നല്ല തണുപ്പും ഉണ്ടാവും. പാല് തിളപ്പിച്ചിട്ട് ചൂട് മാറിയ ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചതാണ്. അപ്പോൾ ഇത് ജ്യൂസ് അടിക്കാനുള്ള ജാറിലേക്ക് മാറ്റാം. പാലും പഴവും ചേർത്തിട്ടാണ് ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നത്. 2 ചെറിയ കദളിപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ നോക്കിയിട്ട് എടുത്താൽ മതി. കട്ട് ചെയ്തിട്ട് ഇതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നിലക്കടല വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂണിൽ വറുത്ത നിലക്കടല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ബൂസ്റ്റാണ്. ഷാർജ ഷേക്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് ഈ ബൂസ്റ്റും കൂടെ ചേരുമ്പോഴാണ്. ഈ ചെറിയ പാക്കറ്റിൽ 3/4 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഉള്ളത്. അപ്പോൾ 2 പാക്കറ്റിൽ നിന്നായിട്ട് 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ വേണം. കുറച്ച് മതി. 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത്ര പഞ്ചസാര ചേർക്കണം. 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇത് ചെറിയ മധുരം ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടെ മധുരത്തിന് ഒരു 3.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ്സിലേക്കുള്ള അളവുണ്ടാകും. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സെർവ് ചെയ്യാനായിട്ട് മുകളിൽ കുറച്ച് പീനട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്നുകിൽ ബൂസ്റ്റോ അല്ലെങ്കിൽ കോഫി പൗഡറോ ഒക്കെ ഒന്ന് വിതറിയെടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡിയാണ്. ക്ഷീണം മാറാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.